കാർനോട്ട്സ് എൻജിൻ. ഐഡിയൽ ഹീറ്റ് എൻജിനായ കാർനോട്ട്സ് എൻജിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചേഴ്സ് ഈസ് കോൾഡ് കാർനോട്ട് എൻജിൻ. രണ്ട് ടെമ്പറേച്ചേഴ്സിനിടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എൻജിനാണ് കാർനോട്ട്സ് എൻജിൻ. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സാദി കാർനോട്ട്. The working substance of the Carnot engine is an ideal gas. The Carnot cycle consists of the following steps. 4 സ്റ്റെപ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്സ് നമ്മളൊരു PV ഡയഗ്രം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രം ഉപയോഗിച്ച് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പ് 1 is an isothermal expansion of the gas. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്യാസിനുണ്ടാകുന്ന ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഐഡിയൽ ഗ്യാസാണ് പ്രിഫർ ചെയ്യുന്നത്. ഐഡിയൽ ഗ്യാസിനുണ്ടാകുന്ന ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് P1 V1 T1 എന്ന സ്റ്റേജിൽ നിന്നും P2 V2 T1, അതായത് ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട്. ദ വർക്ക് ഡൺ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് കേസ് ഈസ് ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഓൺ ദ എൻവയോൺമെൻറ്റ്. W1 to 2 is equal to Q1 is equal to mu R T1 log to the base V2 by V1. Next is step 2. This is the adiabatic expansion of the gas from P2 V2 T1 to P3 V3 T2. T1 ൽ നിന്ന് T2യിലേക്കാണ്. Here the work done by the gas is given by adiabatic expansion ആയതുകൊണ്ട് W2 to 3 is represented as mu R by gamma minus 1 into T1 minus T2. Then step 3, isothermal compression of the gas from P3 V3 T2 to P4 V4 T2. Isothermal ആയതുകൊണ്ട് ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല. Then the work done on the gas by the environment is W3 to 4. Q2 is equal to mu R T2 log to the base n V4 by V3. ഇതിനെ നമ്മൾ സൗകര്യപൂർവ്വം ലോഗിനെ ഒന്ന് തിരിച്ചെഴുതുകയാണ്. മൈനസ് സൈൻ കൊടുത്തിട്ട് Q2 is equal to മൈനസ് mu R T2 log to the base n V3 by V4 എന്ന് എഴുതുകയാണ്. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 4. This is the adiabatic compression of the gas from P4 V4 T2 to P1 V1 T1. തിരിച്ചു വരികയാണ് സൈക്ലിക് പ്രോസസ്സ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് P4ൽ നിന്ന് P1ലേക്ക്, V4ൽ നിന്ന് V1ലേക്ക്, T2ൽ നിന്ന് അഗെയിൻ T1ലേക്ക്. കംപ്രഷനാണ്. സോ ദ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈസ് W4 to 1 is equal to മൈനസ് mu R ഗാമ മൈനസ് 1 T1 മൈനസ് T2. ഇവിടെ നമ്മളൊരു മൈനസ് സൈൻ കൊടുത്തിരിക്കുകയാണ്. ദ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ 1 കംപ്ലീറ്റ് സൈക്കിൾ ഈസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ വർക്ക് ഡൺ W. ദെൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡയാബാറ്റിക് കംപ്രഷനിൽ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആയതുകൊണ്ട് ഒന്ന് റിട്ടേൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ മൈനസ് സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകുന്നു. ദെൻ ദ ഫൈനൽ ഇക്വേഷൻ ഈസ് mu R T1 log to the base n V2 by V1 minus mu R T2 log to the base n V3 by V4. This is the expression for total work done by the gas in one complete cycle of a Carnot's engine. Next is efficiency of a Carnot's engine. The efficiency eta of a heat engine is, we know
eta is equal to 1 minus Q2 by Q1. But for a Carnot's engine, Q2 by Q1 is equal to T2 by T1. Thus, we can write eta is equal to 1 minus T2 by T1. Reversing the steps in Carnot cycle will amount to taking heat Q2 from the cold reservoir at T2, doing work W on the system and transferring heat Q1 to the hot reservoir. This will be a reversible refrigerator. ഇങ്ങനെയാണ് ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ എന്താണ് കാർനോട്ട്സ് തിയറത്തിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം. കാർനോട്ട്സ് തിയറത്തിന് 2 സ്റ്റെപ്സാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് working between two given temperatures T1 and T2 of the hot and cold reservoirs respectively. That is, no engine can have efficiency more than that of the Carnot engine. കാർനോട്ട് എഞ്ചിനേക്കാളും എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനും ഉണ്ടാവില്ല. നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്ന രീതിയിൽ ഉള്ള കാർനോട്ട് എഞ്ചിനേക്കാളും എഫിഷ്യൻസി ഉള്ള ഒരു എഞ്ചിനും ഉണ്ടാവില്ല. കാരണം കാർനോട്ട് എഞ്ചിൻ ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ദെൻ സെക്കൻഡ് പോയിൻ്റ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ എഫിഷ്യൻസി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതാണ് കാർനോട്ട്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്.